എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് 2025 അവസാനത്തെ പരിപാടിയാണ്. 2025 ഡിസംബർ 31 തീയതി പത്തനംതിട്ട ജില്ലയിലെ കാഞ്ഞിരപ്പാറ മലനട മഹാദേവർ ക്ഷേത്രത്തിലാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പാറയുടെ മുകളിൽ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മഹാദേവ പ്രതിഷ്ഠയും അത് ആരാധിക്കുന്ന ആ നാട്ടിലെ പ്രദേശവാസികളായിട്ടുള്ള ഭക്തജനങ്ങളും വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള അലങ്കാരമോ ആഡംബരമോ ഒന്നുമില്ല. ശ്രീകോവിലോ ചുറ്റുമതിലോ ഒന്നുമില്ലാതെ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പ്രതിഷ്ഠയും ഇതിൻ്റെ ആരാധനയും ഇതിൻ്റെ പൂജകളും ഒക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ 7:30 പരിപാടി പ്ലാൻ ചെയ്തിരുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ എത്തി. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു പെർമനൻറ്റ് സ്റ്റേജ് ഉണ്ട്, അതും പാറപ്പുറത്ത് തന്നെയാണ്. അതിൻ്റെ പിന്നിലെ ചെറിയൊരു ഗ്രീൻ റൂം തയ്യാറാക്കിയിരുന്നു. അവിടെ ഇരുന്നാണ് നമ്മൾ വേഷമൊക്കെ കെട്ടുന്നത്. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇവിടെ പിന്നണിയിലുള്ളത് മൃദംഗം യശ്വന്താണ്. യശ്വന്തിനെ മുൻപിലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. യശ്വന്ത് കച്ചയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വായ്പാട്ട് എൻ്റെ ഭാര്യയായ കലാമണ്ഡലം വർഷയാണ് കൂടെ ഉള്ളത്. അപ്പോൾ വർഷ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മുഖം കാണാൻ പറ്റാത്തത്. അങ്ങനെ അവർ രണ്ടുപേരും കച്ചയാക്കിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കുകളിലാണ്. പാറപ്പുറത്ത് ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കുന്നു. 7:30 ദീപാരാധന അവസാനിക്കും. അപ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് കമ്മിറ്റിക്കാരുടെ അടുത്തുനിന്ന് കിട്ടിയ നിർദ്ദേശം. അതനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മുടെ വേഷവിധാനങ്ങൾ ഓരോന്നായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കൊണ്ടയൊക്കെ കെട്ടി അങ്ങനെ ഒരുപാട് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്രീൻ റൂമൊന്നുമല്ല, എങ്കിലും ഉള്ള സൗകര്യം അവർ ഇത്രയൊക്കെ ചെയ്തു തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പം ഞാനതുകൊണ്ട് ഒരിക്കലും എനിക്ക് വലിയ ആഡംബരം അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ കമ്മിറ്റിക്കാരോട് വാശി പിടിക്കാറില്ല. അപ്പോൾ അങ്ങനെ വർഷം തന്നെയാണ് എനിക്ക് വേഷമൊക്കെ കെട്ടിത്തരുന്നത്. അപ്പോൾ വേഷമൊക്കെ കെട്ടി നമ്മളങ്ങനെ കച്ചയൊക്കെ കെട്ടി വേറെ കയറുകയാണ് ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് വേഷം കെട്ടി 1 മിനിറ്റ് പോലും കാണികളെ പ്രേക്ഷകരായിട്ട് ഉള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്, 1 മിനിറ്റ് പോലും അവരെ ഇരുത്തി മുഷിപ്പിക്കരുത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാവും, വലിയൊരു പാറയുടെ മുകളിലാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഒരു ഒറ്റ പാറയാണ് ക്ഷേത്രം നിൽക്കുന്നതും സ്റ്റേജും ഒക്കെ എല്ലാം ഒരൊറ്റ പാറയുടെ മുകളിലാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ദൂരെ കാണാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ വേഷമൊക്കെ കെട്ടി അങ്ങനെ കിരീടമെല്ലാം വെച്ച് എല്ലാം തയ്യാറായി. ഇനി നേരെ വേദിയിലേക്ക് കയറി നമ്മുടെ പരിപാടി അവതരണം ആരംഭിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ നമ്മൾ നേരെ വേദിയിലേക്ക് കയറി നമ്മുടെ മൈക്കൊക്കെ ചെക്ക് ചെയ്തു. തിരുമേനി വന്ന് നമ്മുടെ ഭദ്രദീപമൊക്കെ കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു. പാറപ്പുറത്ത് അങ്ങുമൊക്കെ ആയിട്ട് ആളുകൾ ഇരുന്നു. യശ്വന്തും വർഷയും തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഭഗവാന്റെ കിരാതം കഥ നമ്മൾ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മേക്കപ്പൊക്കെ തുടച്ച് കളഞ്ഞ് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം ഒന്നും വിടാതെ കൃത്യമായിട്ട് എടുത്ത് അടുക്കി പെറുക്കി വെച്ച് നേരെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ നേരെ നമ്മുടെ വേഷമൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി തിരിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും വല്ലാത്തൊരു അനുഭവമാണ് ഹരിവരാസനമൊക്കെ കേട്ടുകൊണ്ട് നടന്നു പോകാൻ പറ്റുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.